ജാമിൻ്റെ റെസിപ്പിയാണ്. പഴം വെച്ചിട്ട് ചെയ്യുന്ന ഒരു ജാമാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഒന്നും അടങ്ങിയിട്ടില്ല. കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങാതെ ഇതേപോലെ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓളെന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കും. ഇനി നമുക്കൊരു തവിയിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ ഒന്ന് ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ ഈ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആ പഴത്തിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ച് അതിൻ്റെ നീര് ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇത് എപ്പോഴും കൈവിടാതെ ഇളക്കുകയൊന്നും വേണ്ട. ഇനി അതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒരു നാരങ്ങയുടെ പകുതി നീരെടുത്തതാണ്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ കിടക്കുന്ന ആ ഗ്രാമ്പുമൊക്കെ നമുക്കങ്ങ് എടുത്ത് കളയാം. പതഞ്ഞ് വരും ഇത്. അപ്പോഴാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറി വരുന്നത്. നല്ലതായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കളറിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഒരുന്നുള്ള ഫുഡും. അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്കോ ഒരു കുപ്പിയിലേക്കോ ഇതിലാണ് നമ്മൾ ഒഴിച്ച് വെക്കുന്നത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാടങ്ങ് തിക്കാകാൻ നിൽക്കണ്ട. ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതാണ്. നല്ല സെറ്റായാൽ മതി. എന്നിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ റെഡിയാവും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്